ആ ഇരിക്കുന്ന കണ്ടില്ലേ ഞങ്ങളുടെ അഴകിയല്ല ഇല്ല. എനിക്കതിൽ വലിയ ഓവർ എക്സൈറ്റഡോ സന്തോഷമൊന്നും ഇല്ല. ഒരൊറ്റ എക്സ്പ്രഷനുള്ള നടി എന്ന് പറഞ്ഞ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേരത്തെ ഇപ്പുറത്ത് അഴകിയിലെ ട്രെൻഡിങ് വന്നു. അപ്പൊ എനിക്കിത് രണ്ടും കൂടെ അങ്ങോട്ട് ബാലൻസ് ആയിട്ട് പോയി. കഥ ഇന്ന് വരെ എന്ത് സന്തോഷമാണ് തരുന്നത്? സിനിമ കണ്ടിട്ട് അതിന്റെ ഉത്തരം ഞങ്ങളൊക്കെ ഇത്രയും നാളും ഭയങ്കര എന്താ ബഹുമാനത്തോടെ കണ്ടുകൊണ്ടിരുന്ന ചേച്ചി തഗ്. ഹക്കീമിലേക്ക് വരുമ്പോ ഹക്കീമിന്റെ കഥാപാത്രങ്ങളുടെ അപ്പൊ കഥ ഇതുവരെ ഇതെന്താണ് നീറ്റാണ്, ഒരു രക്ഷയില്ലല്ലോ ദൈവമേ. എന്താ പറയുന്നതിന് ഇപ്പൊ ചിരിക്കുന്ന എന്തിനാ? ഞാൻ ഹക്കീമിലേക്ക് വരുന്നപ്പോ എന്തോന്ന് കിട്ടുന്ന ചോദിച്ചപ്പോഴായിരുന്നു. ഇല്ല അത്രയൊക്കെ മതി അല്ലേ? ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ പൈസ വേണം. അപ്പം എന്റെ അമ്മ കരയുകയും ഞാൻ മറ്റൊരു സൈഡിൽ അതായത് ഒരു ദിവസം മൊത്തം അഭിനയിച്ചിട്ട് ഭക്ഷണവും പൈസ പോലും തരാതെ ഉണ്ടായ കഥകൾ പറയും. ഭക്ഷണമൊക്കെ തരുന്നു. വിഷ്ണു ചേച്ചിയുടെ കണ്ണി പെടാതെ മാറി നടക്കായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു സ്ക്രിപ്റ്റ് കുത്തി വച്ചിരിക്കുകയാണ്, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി അതിനകത്തൊരു തേങ്ങയില്ല. വിഷ്ണുവിനൊരു കഥ പറയണ എന്നാ പോരട്ടെ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ലേ. അങ്ങനെ മറ്റേ മാനിപ്പുലേറ്റ് ചെയ്താണ് എത്തിച്ചത്. ഒരു ദിവസം മൊത്തം പോസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളുടെ സംവിധായകനായിട്ട് സംസാരിക്കായിരുന്നു കൂടെ. അപ്പൊ അതൊരു ക്യാമറ ചൊപ്പി എടുക്കായിരുന്നില്ലേ? നീ ഫ്രീ അല്ലായിരുന്നു? നീ ഫ്രീ അല്ലായിരുന്നു. ഇപ്പോഴും അത് വിചാരിച്ചിട്ട് ഇപ്പോഴും കയ്യിൽ പൈസ കൊണ്ട് നടക്കും. അത് എന്റെ അമ്മയ്ക്ക് അതൊരു ട്രോമയാണ്. എനിക്ക് ഞാൻ ആ സാധനം എടുത്തു വെച്ചിട്ടുണ്ട്.